ഒരു ഫാം ടൂർ കണ്ടാലോ? ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഫാമാണ് കേട്ടോ. 23 മിനിറ്റ് ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന്. നമ്മൾ പോയത് ഒരു സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ സ്കൂൾ ഹോളിഡേ ആണ് ഇവിടെ, 2 ആഴ്ച സ്കൂൾ ഹോളിഡേ. പിള്ളേർക്ക് സ്കൂൾ ഹോളിഡേ ആകുമ്പം എവിടെയെങ്കിലുമൊക്കെ അവരെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും ഈ പ്രാവശ്യം സ്കൂൾ ഹോളിഡേക്ക് എവിടെയാണ് പോകുന്നത് എന്ന്. അവർക്ക് ബോറിംഗ് ആണ് വീട്ടിൽ ഒരുപാട് നേരം ഇരിക്കുന്നതും. അവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം, എന്തെങ്കിലുമൊക്കെ കാണണം എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പം വീടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്കിതുപോലൊരു ഫാം കാണാൻ പറ്റി. അവിടെ ഇതുപോലെ ഓറഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് പോകുന്നതാണ് ഈ ഫാമിലോട്ട് കേട്ടോ. നമ്മൾ ഇന്ന് വരെ ഒരു സാധനം പറിക്കാനും എങ്ങും പോയിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന്, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സെർച്ച് ചെയ്ത് നോക്കാറൊക്കെ ഉണ്ട്, പക്ഷേ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് അടുത്ത് തന്നെ നമുക്കിതുപോലൊരു ഫാം കാണാനും പറ്റി, പോകാനും പറ്റി. അപ്പോൾ നമ്മൾ 6 പേർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ കുഞ്ഞിപ്പെണ്ണിനും കൂടെ കൂട്ടിയാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായി. അവരാരും ചോദിച്ചതൊന്നുമില്ല. പിന്നെ അവിടെ ഇത്രയും ആൾക്കാരുണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് വണ്ടികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഓൾറെഡി ഓറഞ്ചും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് അവർ തിരിച്ചു പോകുന്നുണ്ട്. അതേപോലെ പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുമുണ്ട്. അപ്പോൾ ആ കൂടി നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു അന്ന്. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ കാണാം കേട്ടോ. Yeah, I'll explain to you in one sec. Okay, cool. Anyone want to try it? And then I'm going to do a little explanation of where everything is. This is the oranges you're going to pick today. They're Washington. Oh, sorry, darling. Anyone else? Oh, no worries. They're good, aren't they? And there's a little bin there for you. Everyone got one to try? And up near the big tall trees is a big blackboard. It says Washington Navels. You can't go wrong. They're the only oranges to pick today. Please do not pick oranges on this side of the farm. They're not ready. Okay, so and that's why there's some flags around. So yeah, only oranges to pick today are over there. Everything else is on this side of the farm. So when you go down the hill, we have an orchard in front of us with limes. Limes are pretty much finished. So the limes you're looking for are actually yellow. Don't pick the small green ones because they're the summer crop. They won't be juicy. And they're quite small and they're a dark green. They're not lime. It's pretty obvious, but you've got to get, and there's not many of these left. We also have a row and a half of kumquats, which are the little citrus that you eat skin and all. If you want to buy some of those, I'll give you a little box. They're $5. They're separate. But you either like kumquats or you don't. They're one of those unusual kind of, they're quite bitter and you get a little bit of sweetness from the skin. But you're welcome to have a look at the orchard. And then you've got lemons, where you can probably see on the tree there, all the lemons. They're seedless. There is a thorn on a lemon tree, so when you're picking just for the avocados each. So if you want to pick a few for fun, bring them back up to me here. You don't have to buy them. Just you might only want to take a couple home, but please do not pick avocados and drop them onto the floor of the orchard. They're our income, and also if we drop them on the floor, we encourage birds, possums, and rats. So we really ask you to respect our livelihood. At the end of the avocado. കണ്ടില്ലേ, അത് അവിടുത്തെ ഓണറാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ആയിരിക്കാം. അപ്പം നമുക്ക് നല്ല വലിയൊരു ക്ലാസ് തന്നു. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പറിക്കണം, എങ്ങനെയൊക്കെ പറിക്കണം എന്നുള്ള ക്ലാസ്സൊക്കെ തന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ഞങ്ങൾ ഓറഞ്ച് പറിക്കാനായിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ. ഓറഞ്ച് വാഷിങ്ടൺ നേവൽ എന്ന് പറയുന്ന ഓറഞ്ച് ഈ സൈഡിലാണുള്ളത്. പിന്നെ ബാക്കി ലൈമ് ലെമണൊക്കെ അപ്പുറത്തെ വേറൊരു സൈഡിലാണുള്ളത്. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 6 പേർക്കാണ് ബുക്ക് ചെയ്തതെന്ന്. പക്ഷേ 6 പേർക്ക് എന്ന് പറഞ്ഞതിൽ നമുക്ക് ഒരു ആൻറ്റി വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കസിൻ ആൻറ്റി, റോയിയുടെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി വന്നപ്പോൾ ആൻറ്റീനെയും കൂടെ കൂട്ടാൻ പറ്റി. ആൻറ്റി 2 ദിവസത്തേക്ക് നമ്മുടെ വീട്ടിലോട്ട് വന്നതാണ് പിള്ളേരെ കാണാനായിട്ട്. സ്കൂൾ ഹോളിഡേ ആണല്ലോ, അപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അങ്ങോട്ട് നടന്നു പോകാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളും പിക്ക് ചെയ്യുന്നതൊക്കെ കാണാം.
അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫാമിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഫ്രൂട്ട് പറിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റും കേട്ടോ. പൊളിച്ച് അവിടെ ഓൾറെഡി ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറിച്ച് കഴിക്കാം. പറിച്ച് കഴിച്ചാൽ പക്ഷേ വേസ്റ്റൊക്കെ കറക്റ്റായിട്ട് ബിന്നിലിടണം. അതുകൊണ്ട് ഞങ്ങൾ പറിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കഴിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ഫ്രൂട്ടും ഞങ്ങൾ കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ. ലെമണും ഒഴിച്ച് ബാക്കിയെല്ലാം കഴിച്ചു നോക്കി. അവക്കാഡോയും കഴിക്കാൻ പറ്റിയില്ല, ബിക്കോസ് അത് വിളഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതും കഴിച്ചില്ല. ബാക്കി ഓറഞ്ചിൻ്റെ വെറൈറ്റീസ് എല്ലാം തന്നെ കഴിച്ചു. ഓറഞ്ചിൻ്റെ വെറൈറ്റീസ് 3 ഉണ്ടായിരുന്നു. അത് 3 ഞങ്ങൾ എല്ലാവരും തന്നെ പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പറിച്ചെടുക്ക്. ഇവിടെയൊക്കെ എല്ലാം പറിച്ചതാ. മേലോട്ട് പോകാം ബാ. അതാ പൊക്കം വെച്ച് പോകത്ത്. ഇതെന്തോ ഇത് ചെറുത്. ഇങ്ങോട്ട് വാ. ഇവിടെ ഇവരൊക്കെ മറ്റേ ഓറഞ്ചും പറിച്ചിട്ടുണ്ടല്ലോ റോയി. ഇവരവിടെ പോയിട്ട് വന്നേയായിരിക്കും അല്ലേ? ഇതായിട്ടില്ലെന്നല്ലേ? ഇതിങ്ങനെ അങ്ങ് ഒരുപാട് പുറകിലോട്ട് കിടക്കുക കേട്ടോ. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇത് നല്ലതാണോ റോയി? ഇതിലേതാ നല്ല? ഒരെണ്ണം പറിച്ചെടുക്കട്ടെ. നല്ല കാറ്റ്. റോയ്ക്ക് ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ ഇഷ്ടമുള്ളൂ. ഔട്ട്ഡോർ ഇങ്ങനത്തെ ഒന്നും ഇല്ലേ റോയ്ക്ക്? ഔട്ട്ഡോർ അതെ പപ്പ ഇവിടെ ഉണ്ടാക്കുന്നത്. അല്ല പപ്പ ഓറഞ്ച് ഏത് വേണേ കൈകാര്യം ചെയ്യും. അവക്കാടോ ഓറഞ്ചും പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയ ബാഗിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ അവിടെ നിന്ന് ഓറഞ്ച് പറിച്ചു. ബാക്കി ഇതെല്ലാം ഫില്ല് ചെയ്യണമല്ലോ, അതുകൊണ്ട് empty ആയിട്ട് ഇട്ടിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ആ ഷെഡിൻ്റെ അവിടെ വന്നപ്പോൾ നമുക്കൊരു ട്രോളി കിട്ടി. ഒരു ട്രോളി ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് അത് കിട്ടിയോണ്ട് നമ്മൾ കൊച്ചിനെയും വെച്ച് നിരക്കിക്കൊണ്ട് ഇവിടം വരെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണിത് കേട്ടോ. ലൈം എന്ന് പറയുന്നത് നല്ല പഴുത്ത ലൈമാണ്. എല്ലാം തന്നെ അത് എല്ലാം തറയിൽ പൊഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവരാരും പറക്കുകയോ അത് വിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ഇവരിത് വിൽക്കുന്നില്ല അല്ലെങ്കിൽ പറക്കി കൊടുക്കുന്നില്ല? ആ മരത്തിൽ ഒള്ളി ഗ്രീനായിട്ടുള്ള കുറച്ച് അവിടെ ഇവിടെ നിൽപ്പുണ്ട്. അതല്ലാണ്ട് എല്ലാം തന്നെ തറയിൽ ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുമായിരുന്നു. പിന്നെ കുറച്ച് കൊള്ളാവുന്നതൊക്കെ, മിക്കതും കൊള്ളാവുന്നതൊക്കെ തന്നെയാണ്. പിന്നെ ആരാ തറയിൽ കിടക്കുന്നതൊക്കെ പറക്കിയെടുക്കുന്നത്? പിന്നെ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ പറക്കിയെടുത്തു, ഒരു പേരിന് വേണ്ടി മാത്രം. ഓ ഇതാണോ? ഇത് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ആരോ കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. ഇത് ചുമ്മാ തിന്നുന്നതാണോ റോയി? അതോ ഉപ്പിലിടുവോ ഇത്? ഓ ഇതാ ഒരു ബാഗ് എന്ന് പറഞ്ഞത് ഇടാനായിട്ട്. അല്ലേ ചേച്ചി പഠിച്ചതിന് മധുരമാണോ?
ഇതിന് മധുരം ഇത് ഞാൻ കടയിൽ കണ്ടിട്ടില്ലല്ലോ. നല്ല അടി. അത് നീ ഇച്ചിരി കടിച്ച് കഴിക്കണം, അന്നേരം മധുരം വരത്തുള്ളൂ. അടിപൊളിയാണല്ലോ ഇത്, അടിപൊളിയാണല്ലോ. നല്ല മധുരം. ഇത് കണ്ടോ, ഇത് നല്ലതാണോ റോയ്? ഇല്ല, ഏതാ നമ്മുടെ ഒന്നും എനിക്കറിയത്തില്ല. ആ തിന്ന് കാണിക്കോ, തിന്ന് കാണിക്കോ? എന്നാ വായിൽ മൊത്തത്തിട്. കടിച്ചു തിന്നത് കടിക്കേ. തിന്നടി. ഭയങ്കര വലിപ്പം, ഭയങ്കര വലിപ്പം. എന്ത് ചെയ്യാനാ? ഇത് വേണോ? വേറൊരു സാധനം ഉണ്ടല്ലോ, വേറെ ഓറഞ്ച് ഉണ്ടല്ലോ, അത് ഇനി എവിടെ? വേറൊരു ടൈപ്പ് ഓറഞ്ച് എവിടാ? ആ മാൻഡ്രി, അതെവിടാ? ചെറിയത് മതിയോ? ഇതിനെല്ലാം ഒരു പിന്നെ ബൾക്ക് എന്നുവെച്ചാ നമ്പർ 1 ക്വാളിറ്റി എന്ന് പറഞ്ഞാണല്ലോ എല്ലാം ഈ മോഡൽ ഇതെല്ലാം ക്വാളിറ്റിയിലാണ്. ഓരോ മോഡൽ ഓരോ ഷേപ്പ് ഉള്ളത്. ഇങ്ങനെ അങ്ങ് കിടക്കുവാണ് നമ്മുടെ ലെമൺ. അവക്കാഡോസ്. ഇതായിട്ടില്ല. അവക്കാഡോ ആയിട്ടില്ല കേട്ടോ.
ഇങ്ങനെ ഇങ്ങനെ പറിക്കണ്ടേന്ന് അവർ പറഞ്ഞു തന്നെ. ഒത്തിരി ചെറുത് പറിക്കണ്ടല്ലേ? ചേച്ചിയുടെ നിറഞ്ഞില്ല. ചേച്ചിയുടെ നിറയുന്നുണ്ട്. ചേച്ചി അങ്ങോട്ട് പോയി. അങ്ങനെ നമുക്ക് കിട്ടിയ 2 ബാഗ് നിറച്ചും ഓറഞ്ചും ലൈമും ലെമണും എല്ലാം പറിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് യാത്രയായി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അത്